ഞാൻ പഠിച്ച ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് മലയാളം, സംസ്കൃതവും ഉറുദു ആണുള്ളത് കേട്ടോ. അതില് ഉറുദുവിന് വളരെ കുറച്ച് കുട്ടികളുണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാൻഡേർഡിൽ ഒരു 8-10 കുട്ടികൾ എത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഉറുദു ടീച്ചർ, പ്രൈവറ്റ് ടീച്ചർ, എന്താ പറയാ, ഈ 10 കുട്ടികളെ മാത്രം, അതായത് ഒരു സ്റ്റാൻഡേർഡിൽ 10 കുട്ടികളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ 10 കുട്ടികളെ മാത്രം നോക്കേണ്ട ഒരു ഉത്തരവാദിത്തമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഈസി ആവുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. എന്താ പറയാ, സ്വന്തം മക്കളെ പോലെയാണ് ഈ 10 മക്കളെയും കണ്ടിരുന്നത്. മീൻസ് ആ ഉറുദു പഠിക്കുന്ന മക്കളൊക്കെ സ്വന്തം മക്കളെ പോലെയാണ് ആ പ്രൈവറ്റ് ടീച്ചർ കണ്ടിരുന്നത് കേട്ടോ. ടീച്ചർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മള് വീട്ടിൽ നിന്ന് ഉമ്മാനോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ സ്കൂളിലേക്ക് എത്തിയാൽ നമ്മള് എന്താ പറയാ, ഒരു അമ്മയുടെ ഒരു ഫീലാണ് ഉറുദു ടീച്ചർ അടുത്ത് എത്തിയാൽ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ സ്കൂളിൽ മൊത്തത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ടീച്ചറോട് പോയിട്ട് ഞങ്ങൾ കംപ്ലൈന്റ് പറയാം, അല്ലെങ്കിൽ അതിന്റെ ഒരു പരാതി പറയാം. ടീച്ചർ അതിനൊരു പരിഹാരം കണ്ട് നമുക്കത് ഒക്കെയാക്കി തരും. അത് എന്ത് പ്രശ്നമാണെങ്കിലും. എന്താ വെച്ചാല് ആ ടീച്ചർ പഠിപ്പിക്കുന്ന, ഉറുദു പഠിപ്പിക്കുന്ന കുട്ടികളെ ഒരു പ്രത്യേക കെയർ ആ ടീച്ചർക്ക് ഉണ്ടായിരുന്നു എപ്പോഴും. എന്തായാലും ഇന്ന് ടീച്ചറുടെ മോന്റെ കല്യാണമാണ്. രണ്ടാമത്തെ മോന്റെ, മൂത്ത മോനെ ഞങ്ങള് ഒരുമിച്ചായിരുന്നു. രണ്ടാമത്തെ മോന് പ്രണവ്, അവന്റെ കല്യാണമാണ്. ഞാൻ ഒരുപാടായി ഇവരെ മക്കളെ കണ്ടിട്ട്. ടീച്ചറെ ഞാൻ എപ്പോ വെക്കേഷൻ വന്നാലും ടീച്ചറെ കാണാറുണ്ട്. മക്കളെ കണ്ടിട്ട് ഒരുപാടായി. ഇന്നിപ്പോ എല്ലാ ടീച്ചേഴ്സും ഇവിടെ ഉണ്ടാവും തോന്നുന്നുണ്ട്. നമ്മുടെ ഹിന ഓഡിറ്റോറിയത്തിലാണ് വണ്ടി പാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. തോട്ടയിലുള്ള ഹിന ഓഡിറ്റോറിയം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കല്യാണത്തിന് വരുന്നത്. വീട്ടുകാരൊക്കെ പോയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ഉറുദു ടീച്ചർ എന്ന് വിളിക്കുന്ന പ്രൈവറ്റ് ടീച്ചർ. ടീച്ചർ എന്നുള്ള ബന്ധം മാത്രമല്ല കേട്ടോ, ഞങ്ങൾ അയൽവാസികൾ കൂടെയാണ്. ടീച്ചറുടെ മൂത്ത മോനും പ്രവീണും ഞങ്ങളൊക്കെ ഒരുമിച്ച് കളിച്ചു വളർന്ന മക്കളാണ് കേട്ടോ. ഞാൻ പ്രാവശ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ കരുതിയതാണ് നാട്ടിൽ വരുമ്പോൾ ടീച്ചർ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. ടീച്ചർ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്ന് രാത്രിയായിരുന്നു. അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ എന്തായാലും ഞാനത് കരുതിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്തായാലും അത് സാധിച്ചു. പിന്നെ പ്രൈമറി ടീച്ചറെ കണ്ടു, രാജേഷ് മാഷ്, കൃഷ്ണ മാഷ്, മണിയണ്ട മാഷ്, അങ്ങനെ എല്ലാവരും ഒരുപാട് ടീച്ചേഴ്സിനെ മാഷന്മാരെയും കണ്ടിട്ടോ. ഭയങ്കര സന്തോഷമായി. എന്തായാലും എല്ലാവരും കൂടെ ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മൊബൈലും പിടിച്ചും കൊണ്ട് ആളുകളുടെ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു ശീലം അത് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തി. കല്യാണത്തിന് പോയാലും ശരിക്കും ഭയങ്കര സന്തോഷമായത് എന്താ വെച്ചാൽ, സത്യം പറഞ്ഞാൽ കല്യാണ ചെക്കൻ്റെ ഫോട്ടോ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എടുക്കാൻ പറ്റില്ല. കാരണം നമ്മളെ പഠിപ്പിച്ച ഒരുപാട് ടീച്ചേഴ്സും മാഷുമാരും എല്ലാവരും കണ്ടു. പ്രത്യേകിച്ച് ടീച്ചറെ കുറേ നേരം സംസാരിച്ചു. കല്യാണം പാലക്കാട് വെച്ചിട്ടായിരുന്നു ഇന്നലെ തന്നെ ചെല്ലാൻ വേണ്ടി പറഞ്ഞായിരുന്നു. പക്ഷെ പോകാൻ പറ്റിയില്ല. പക്ഷെ പഠിപ്പിച്ച ഒരുപാട് ടീച്ചേഴ്സിനും മാഷുമാരും കണ്ടിട്ടോ. ഭയങ്കര സന്തോഷം. എന്തായാലും കല്യാണത്തിന് പോയാലും ഞാൻ എന്താ പറയുക, സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ കാണാത്ത ഒരുപാട് ടീച്ചേഴ്സിനും മാഷുമാരും കണ്ടു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല ഫുഡും നല്ല പരിപാടിയൊക്കെ ആയിരുന്നു. എന്തായാലും എല്ലാവരും ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി. ഓക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ നാട്ടിൽ വന്ന ഒരു കല്യാണം മിസ്സാക്കുന്നില്ല കേട്ടോ. കാരണം അവിടെ ഇരിക്കുമ്പോഴേ എന്താ പറയുക, ഇവരിങ്ങനെ അവിടെ കല്യാണത്തിന് പോയി ഇവിടെ കല്യാണത്തിന് പോയി എന്ന് പറഞ്ഞേക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. അത് സത്യത്തിൽ ഫുള്ള് കവർ ചെയ്ത് വരാം. എവിടെ കല്യാണം ഉണ്ടെങ്കിലും സമയം. അപ്പോൾ ഓക്കെ.